everyone, welcome to RKNext. അപ്പോൾ നമ്മുടെ ഹിന്ദി ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് ജിന്ദഗി കാ സഫർ എന്ന് പറയുന്നത്. ജിന്ദഗി എന്ന വാക്കിന്റെ അർത്ഥം ജീവിതം എന്നും സഫർ എന്ന വാക്കിന്റെ അർത്ഥം യാത്ര എന്നുമാണ്. അപ്പോൾ ജീവിതത്തിന്റെ യാത്ര, ഇതാണ് നമ്മുടെ ഹൈക്കുവിന്റെ പേര് അല്ലേ. അപ്പൊ ഇതിൽ 3 ഹൈക്കുകൾ നമുക്ക് പഠിക്കാനുണ്ട്. 3 ഹൈക്കുവിടെയും റൈറ്റേഴ്സ് വ്യത്യസ്തരായിട്ടുള്ള ആളുകളാണ്. ആദ്യത്തെ ഹൈക്കു എങ്ങനെയാണ്? സൂഖാ യാ ബാഡ് സാഹബ് കെ ആംഗൻ സദാ ഫുഹാൻ. നോക്കൂ, സൂഖ എന്ന വാക്കിന്റെ അർത്ഥം വരൾച്ച എന്നാണ്. ബാഡ് എന്ന വാക്കിന്റെ അർത്ഥം വെള്ളപ്പൊക്കവും. ഇവിടെ ഈ സൂഖ എന്ന വാക്ക് റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു കൂട്ടം ആളുകളെയാണ്, അതായത് ഗരീബി ലോകിനെ, പാവപ്പെട്ട ആളുകളെ. ഇനി ബാഡ് എന്ന വാക്ക് റെപ്രസെന്റ് ചെയ്യുന്നത് അർത്ഥം വെള്ളപ്പൊക്കമാണെങ്കിലും ഇത് ധനികരെയാണ്, അമീർ ലോകിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നോക്കാം, രണ്ടാമത്തെ വരി തീർത്തും അമീർ ലോഗ്, അതായത് ധനികരെ കുറിച്ച് മാത്രം പറയാണ്. സാഹബ് കെ ആംഗൻ, സാഹബിന്റെ, ആംഗൻ എന്ന വാക്കിന്റെ അർത്ഥം മുറ്റം എന്നാണ്. സാഹബിന്റെ മുറ്റം എപ്പോഴും നനവാർന്നതാണ്, സദാ എപ്പോഴും. ഫുഹാർ എന്ന വാക്കിന്റെ അർത്ഥം നനവാർന്നത്. അപ്പൊ ഈ ഒരു ഹൈക്കു എഴുതിയത് സുരംഗമ യാദവാണ്. ഇനി ഹൈക്കുവിന്റെ ആശയം നോക്കാം. ये हाइकू उन लोगों के बारे में है जो हमेशा दूसरों की परेशानी में अपना फायदा देखते हैं. ये हाइकू, ഈ ഹൈക്കു ഉൻ ലോഗോം കെ ബാരെ മേ ഹെ, ഇത്തരത്തിലുള്ള ആളുകളെ കുറിച്ചുള്ളതാണ്. ജോ ഹമേഷ, അവരെപ്പോഴും, ദൂസരോം കി പരേശാനി മേ, മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടിലും, അപ്നാ ഫായദ ദേഖ്തേ ഹെ, തന്റെ ലാഭം കണ്ടെത്തുന്നവർ. ഫായദ എന്ന വാക്കിന്റെ അർത്ഥം ലാഭം എന്നാണ്. ചാഹേ സൂഖ ഹോ യാ ബാഡ്, അങ്ങനെ പറയുമ്പോൾ വെള്ളപ്പൊക്കം ആയിക്കോട്ടെ അല്ലെങ്കിൽ ബാഡ് അല്ലെ, ബാഡ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ വരൾച്ച ആയിക്കോട്ടെ, ഏത് അവസ്ഥ ആയിക്കോട്ടെ, അവരുടെ ലാഭം മാത്രമാണ് നോക്കുന്നത്. ഉനേ കോയി ഫർക്ക് നഹി പടുത്ത, അവർക്ക് ഒരു വ്യത്യാസവും ഉണ്ടാവുന്നില്ല. ഉൻകെ ആംഗൻ മേ തോ ഹമേഷ ഖുഷിയാ ഹി രഹതി ഹൈ, അവരുടെ മുറ്റത്ത് എപ്പോഴും സന്തോഷം. അപ്പൊ ഇവിടെ അവരുടെ മുറ്റം എന്ന് ഉദ്ദേശിക്കുന്നത് അവരുടെ മനസ്സ്, അവരുടെ ഒരു ലൈഫ് സ്റ്റൈലിനെയൊക്കെയാണ്. നോക്കാം അടുത്ത ഹൈക്കു. പിതാനെ ഢൂണ്ടി ലാട്ടിയാം ബുഡാപ്പേക്ക് ദീഖ്തി നഹി. ഇവിടെ പിതാ അച്ഛനാണ് അല്ലെ, പിതാ പിതാജിയാണ്. നേ ഢൂണ്ടി, ഢൂണ്ടി എന്ന വാക്കിന്റെ അർത്ഥം തിരയുക, അന്വേഷിക്കുക എന്നൊക്കെയാണ്. ലാഠിയാം, ലാഠി എന്ന വാക്കിന്റെ അർത്ഥം വടി എന്നാണ്. ഇവിടെ ബുഡാപ്പേക്ക് ലാഠി എന്ന് പറയുമ്പം വാർദ്ധക്യത്തിലെ വടി എന്ന് നമുക്ക് പറയാം. അപ്പോ ഇവിടെ അച്ഛൻ തിരയുകയാണ്. എന്ത് തിരയുകയാണ്? ബുഡാപ്പേക്ക് ലാഠി, വാർദ്ധക്യത്തിലെ വടി തിരയുകയാണ്. ദീഖ്തി നഹി, അത് കാണുന്നില്ല. അപ്പോ ഇത് എഴുതിയത് ഗോപാൽ ബാബു ശർമ്മയാണ്. ഇനി നമുക്ക് ഈ ഹൈക്കുവിന്റെ ആശയം നോക്കാം. ये हाइकू बुढ़ापे में अकेलेपन और असहायता को दर्शाता है. ഈ ഒരു ഹൈക്കു വാർദ്ധക്യത്തിലുള്ള, ബുഢാപ്പ എന്ന ഒരു ഫീലിങ്സ് എന്താണ്? വാർദ്ധക്യം ഒരു അവസ്ഥയാണ് അല്ലെ. അപ്പൊ വാർദ്ധക്യത്തിലുള്ള അക്കേലേപ്പൻ, ഒറ്റപ്പെടൽ, അതുപോലെ തന്നെ അസഹായത, സഹായമില്ലാത്തൊരവസ്ഥ, അതിനെയൊക്കെയാണ് കാണിച്ചു തരുന്നത്. പിതാനെ അപ്പനെ ബച്ചോं को सहारा समझाता, അച്ഛൻ തന്റെ കുട്ടികളെ, തന്റെ മക്കളെ എന്താണ് വാർദ്ധക്യത്തിൽ അവര് തനിക്ക് താങ്ങാകുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ലേക്കിൻ ബുഡാപ്പേമേ തിക്കായി നഹീദേത്തെ, വാർദ്ധക്യത്തിലായപ്പോ അവരെ ഒന്നും കാണാനില്ല. ഇതാണ് ഈ ഒരു ഹൈക്കുവിന്റെ ആശയം. മൂന്നാമത്തെ ഹൈക്കു. ഢൂണ്ഡതി രഹി ബർഫീലി നഗരി മേം നേഹ് കി ആഞ്ച്. ഇത് കമല നിക്കുർബാജി എഴുതിയിട്ടുള്ള ഹൈക്കു ആണ്. നോക്കാം, ഢൂണ്ഡതി എന്ന വാക്കിന്റെ അർത്ഥം, ഢൂണ്ഡന എന്ന വാക്കിന്റെ അർത്ഥം തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചു. എന്തായിരുന്നു? തിരയുക, അന്വേഷിക്കുക അല്ലെ. അപ്പോ ഢൂണ്ഡതി രഹി ബർഫീലി നഗരി, ബർഫീലി നഗരി എന്ന് പറയുമ്പോൾ മഞ്ഞു മൂടിയ നഗരം എന്നാണ് അതിന്റെ അർത്ഥം. നേഹ് കി ആഞ്ച്, സ്നേഹത്തിന്റെ ഊഷ്മളത. ഓക്കെ, അപ്പോ യേ ഹൈക്കു ഏക് ऐसी महिला के बारे में है जो बर्फीली नगरी में प्यार और अपनेपन की तलाश कर रही है. ഈ ഒരു ഹൈക്കു ഏക് ऐसी महिला के बारे में है, ഇത്തരത്തിലുള്ള ഒരു സ്ത്രീയെ കുറിച്ചാണ് പറയുന്നത്. ജോ, ആരാണോ, ബർഫീലി നഗരിമേ, മഞ്ഞു മൂടിയ നഗരത്തിൽ, പ്യാർ, സ്നേഹം, അപ്നേപ്പൻ, സ്വത്വം അല്ലെ, തന്നെ എവിടേക്കോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, അതിനെ തിരിച്ചു പിടിക്കാൻ നോക്കുകയാണ്. അപ്നേപ്പൻ കി തലാഷ് കർ രഹി ഹൈ. അപ്പൊ ഢൂണ്ഡന എന്ന വാക്കിന്റെ അതേ അർത്ഥം തന്നെയാണ് എന്തിനും തലാഷ് എന്ന വാക്കിനും വരുന്നത്. നേഹ് കി ആഞ്ച് കേവൽ ശാരീരിക് ഘർമി നഹി ഹൈ. ഇവിടെ സ്നേഹത്തിന്റെ ചൂട് എന്ന് പറയുമ്പോൾ, നേഹ് എന്ന വാക്കിന്റെ അർത്ഥം സ്നേഹം, ആഞ്ച് എന്ന് പറയുമ്പോൾ ചൂട്. അപ്പോ സ്നേഹത്തിന്റെ ഒരു ചൂട് എന്ന് പറയുമ്പോൾ ഇവിടെ ശരിക്കും ശാരീരികമായിട്ടുള്ള ഒരു ചൂടിനെ അല്ല റെപ്രസെന്റ് ചെയ്യുന്നത്, ബൽക്കി പ്യാർ, സ്നേഹത്തെ, സഹാനുഭൂതിയെ, और अपनेपन की भावना को दर्शाती है. തന്റെ സ്വത്വം എന്ന ബോധത്തെയാണ് ഇവിടെ പറയുന്നത്.
അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇതാണ് നമുക്ക് എക്സാമിന് വരികയും ചെയ്യാം. അപ്പൊ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം കുട്ടികളിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ബൈ.